ഇവിടെ നിഷ്ക്രിയത്വവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് രാത്രി ജനപ്രതിനിധിയെ പോയി അറസ്റ്റ് ചെയ്തത് അത് ഭരണകൂട ഭീകരതയായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. PV അൻവർ പലപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു അരാഷ്ട്രീയമാണ്, രാഷ്ട്രീയമല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ട സമയമായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നമസ്കാരം. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ നിലമ്പൂർ MLA ആയ PV അൻവർ കഴിഞ്ഞ ദിവസമാണ് റിമാൻഡിലായത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് RSP നേതാവായ ഷിബു ബേബി ജോൺ ഉൾപ്പെടെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് PV അൻവറിനെ അറസ്റ്റ് അല്ല, PV അൻവറിൻ്റെ അറസ്റ്റിനോട് നമുക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ഒരു കാതലായ കേരളം അനുഭവിക്കുന്ന ഒരു വിഷയം, പ്രത്യേകിച്ച് കാട്ടാന ശല്യം, വന്യമൃഗങ്ങളുടെ ശല്യം, ജനങ്ങൾക്ക് ജീവിക്കാനൊക്കാത്ത സാഹചര്യം, ഇവിടെ നിഷ്ക്രിയത്വവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് രാത്രി ജനപ്രതിനിധിയെ പോയി അറസ്റ്റ് ചെയ്തത് അത് ഭരണകൂട ഭീകരതയായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ PV അൻവറിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ചർച്ച ചെയ്യാൻ സമയമായി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം PV അൻവർ പലപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു അരാഷ്ട്രീയമാണ്, രാഷ്ട്രീയമല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ട സമയമായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ PV അൻവർ MLA അറസ്റ്റിനെ എങ്ങനെ നോക്കുക? PV അൻവറിൻ്റെ അറസ്റ്റ് അത് CPM തന്നെയാണല്ലോ അതിൻ്റെ കാരണക്കാർ. CPM-ൻ്റെ നാവായിരുന്നല്ലോ PV അൻവർ. അപ്പോൾ CPM-ൻ്റെ നാവായിരുന്ന അൻവറിനെ CPM-ൻ്റെ സർക്കാർ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. അത് അവർ തമ്മിലുള്ള സംവിധാനങ്ങളുടെ ഒരു മുന്നൊരുക്കങ്ങളായിട്ടോ അല്ലെങ്കിൽ തമാശയായിട്ടോ കാണാൻ പറ്റിയ കഴിയുള്ളൂ. അതിനൊക്കെ ന്യായം, കേസ് വരുമ്പോൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ കേസെടുക്കുന്നതും അവർ തന്നെയാണ്, അറസ്റ്റ് ചെയ്യുന്നത് അവർ തന്നെയാണ്, ഇതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അവർ തന്നെയാണ്. അൻവർ സത്യത്തിൽ ഇപ്പോൾ ജയിലിലല്ലേ. അൻവറെ സംബന്ധിച്ച് അൻവർ ആലോചിക്കണം. അൻവറിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് അൻവർ ആലോചിക്കണം. അൻവർ നേരത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അദ്ദേഹത്തിൻ്റെ പിതാവൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതന്മാരായ നേതാക്കന്മാരായിരുന്നു. അങ്ങനെയുള്ള നേതാവാണ്. അക്കാര്യം സംബന്ധിച്ച് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. നമുക്കിപ്പോൾ മറുപടി പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഷിബു ബേബി ജോണും മറുനാടനോട് പങ്കുവെക്കുന്നത് അൻവറിന് ഓരോ ദിവസവും ഓരോ നിലപാടാണ് എന്നാണ്. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ ഈ ഒരു അൻവറിൻ്റെ അറസ്റ്റിനെ പ്രതികാര നടപടി എന്ന അഭിപ്രായവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതുകൂടാതെ മുസ്ലിം ലീഗും അൻവറിൻ്റെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുന്നു. ഇതോടെ UDF ഒന്നടങ്കം ഈ ഒരു വിഷയത്തിൽ അൻവറിന് അനുകൂലമാവുകയാണ് എന്ന് ഏകദേശം നമുക്ക് വ്യക്തമാവുകയാണ്. ഇന്നലെ തന്നെ KPCC അധ്യക്ഷൻ K സുധാകരനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും അൻവറിൻ്റെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ഈ ഒരു വാചകവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവും ലീഗും മൗനത്തിലാവുകയുമായിരുന്നു. രാവിലെ നടന്ന ചർച്ചകൾക്കൊടുവിൽ സതീശനും ലീഗും അൻവറിനെ പിന്തുണയ്ക്കുകയായിരുന്നു. സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളൊന്നും പാഴാക്കില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ പൊതുസമൂഹത്തിനും ഇപ്പോൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസമാണ് നിലമ്പൂർ MLA ആയിരുന്ന PV അൻവറിനെ നിലമ്പൂർ വനം വകുപ്പ് ഓഫീസ് അടിച്ച് തകർത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് അദ്ദേഹം റിമാൻഡിലാവുകയും ചെയ്യുന്നത്. തവനൂർ ജയിലിലേക്ക് എത്തിക്കുന്നതിന് മുന്നോടി അൻവറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 2ാം തവണയും വൈദ്യപരിശോധന നടത്തുകയും ചെയ്തിരുന്നു. 14 ദിവസത്തേക്കാണ് അൻവറിനെ നിലവിലിപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 11 പ്രതികളുള്ള കേസിൽ അൻവർ ഒന്നാം പ്രതിയുമാണ്. കൃത്യനിർവഹണം തടയൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് അൻവറിനെതിരെ നിലവിലിപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ആദിവാസി യുവാവ് മണിയെ ആന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ മാർച്ചാണ് വനം വകുപ്പ് ഓഫീസ് ആക്രമണത്തിൽ കലാശിച്ചത്. ഇതിനെ UDF ഒന്നടങ്കം എതിർക്കുകയും ചെയ്തിരുന്നു. ഫലത്തിൽ അൻവറിന് വേണ്ടി UDF നടത്തുന്ന യോജിച്ച പ്രതിഷേധമാണ് ഈ സംഭവത്തിലേത് എന്ന് പറയുന്നത്. അതുകൂടാതെ അൻവറിൻ്റെ അറസ്റ്റിലെ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി KPCC പ്രസിഡന്റ് K സുധാകരൻ MP വാർത്താക്കുറിപ്പും പുറത്ത് ഇറക്കിയിരുന്നു. എന്തായാലും പൊതുമുതൽ നശിപ്പിച്ച കേസിൻ്റെ പേരിൽ PV അൻവറിൻ്റെ വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്താണ് എന്നുള്ള ചോദ്യവും KPCC അധ്യക്ഷൻ സുധാകരൻ ചോദിക്കുകയുണ്ടായി. അൻവറിനെതിരായ നടപടി തെറ്റ് എന്ന് രമേശ് ചെന്നിത്തലയും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി സതീശനും മുസ്ലിം ലീഗും പ്രതികരിച്ചില്ല.
കൂട്ടായ ചർച്ചകൾക്ക് ശേഷമാണ് പ്രതിപക്ഷ നേതാവും ലീഗും അൻവറിന് വേണ്ടി രംഗത്ത് വന്നത് എന്നതാണ് പ്രധാനമായും ലഭിക്കുന്ന സൂചന. ഇതിൽ ചെന്നിത്തലയുടെ നിലപാട് നിർണായകമായെന്നും സൂചനയുണ്ട്. PV അൻവർ MLA വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് CPMന്റെ പ്രതികാര രാഷ്ട്രീയമാണ് എന്ന് VD സതീശൻ പറഞ്ഞു വയ്ക്കുന്നു. ഇതിനു പിന്നിൽ ഉന്നതങ്ങളിലെ ഗൂഢാലോചനയുണ്ട്. പിണറായി വിജയനെയും ഉപചാപക സംഘത്തെയും എതിർക്കുന്ന ആർക്കും ഈ ഗതി വരുമെന്ന സന്ദേശമാണ് അൻവറിന്റെ അറസ്റ്റിലൂടെ സർക്കാർ നൽകുന്നത്. നിരന്തരമുണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ വരുത്തുന്ന ഗുരുതര വീഴ്ചയെയും ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന വന നിയമത്തിലെ ഭേദഗതിയെയും എതിർത്താണ് അൻവറിൻ്റെ നേതൃത്വത്തിൽ സമരം ഇക്കഴിഞ്ഞ ദിവസം നടന്നത്. സമരത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പകരം സമരം ചെയ്തവരെ കൊടും കുറ്റവാളികളെ പോലെ അറസ്റ്റ് ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് സതീശൻ പറയുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഷിബു ബേബി ജോൺ നമ്മളോട് പ്രതികരിച്ചതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അൻവർ ഇടയ്ക്കിടെ നിലപാടുകൾ മാറുന്ന വ്യക്തിയാണ്. അവരുടെ മുന്നണിയിലേക്ക്, അതായത് കോൺഗ്രസ്സിലേക്ക് ഇനി വരുമോ എന്നുള്ള കാര്യം അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. മറ്റ് ഘടകകക്ഷികളിലേക്ക് അൻവർ പോകുമോ എന്നുള്ള കാര്യവും ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അൻവർ ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അൻവറിൻ്റെ ചാട്ടം എങ്ങോട്ടാണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.